ആരാത്? ഓ, ടീച്ചർ അമ്മയോ? മാധവിയമ്മയില്ലേ? ഓ, ട്യൂഷൻ പഠിപ്പിക്കാൻ ഉണ്ടല്ലോ. ദാ മുകളിലോട്ട് എന്നാട്ടെ. ആ, മാധവിയമ്മേ, 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 മാധവിയമ്മേ. ഞാൻ വേണം മൂത്ത് നരച്ചല്ലോ. ഇനി ഇതൊക്കെ നിർത്തിക്കൂടെ? അനാവശ്യം പറയാണ്ടല്ലോ. അടിച്ചിന്റെ പല്ലിയാൻ താഴെ ഇടും. അടിക്കാനും പല്ലെടുക്കാനും ആളിപ്പോ വരും. പോലീസേ നാണമില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങളുടെ മോടെ പ്രായമല്ലോ ഉള്ള പെണ്ണ്. നീ എന്നെ ഉപദേശിക്കാൻ നടന്നോ? കേൾക്കാൻ ഞാൻ അയ്യോ, നിങ്ങൾ ബാബുവിന്റെ പെങ്ങളല്ലേ? എന്തു പറ്റി? വരൂ, ആസ്പത്രിയിലേക്ക് പോ. വേണ്ട, വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്താ മോനെ, എന്താ നീ ഇവിടുത്തെ നിൽക്കുന്നത്? ഒരു കാര്യമുണ്ടമ്മേ, സ്വകാര്യം. ആ മോനെ, നീ എങ്ങോട്ടാ? ഒരു മോട്ടോർ മെക്കാനിക്കിന്റെ കാര്യം പറഞ്ഞില്ലേ അമ്മാവ? അവന് നമ്മുടെ ശ്രീദേവി ഇഷ്ടമാണ്. അവന്റെ അച്ഛനെ കണ്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നിന്റെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കും. അതിന് നമ്മുടെ ഈ പണം വേണ്ടേ? അല്ലാതെ ഈ കല്യാണം എങ്ങനെ നടക്കും? ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളമായി നടക്കും. നമുക്ക് അവളെ കഴിഞ്ഞുള്ള കാര്യമല്ലേ ഉള്ളൂ അമ്മാവ. ബാബേട്ടാ, കുട്ടി എന്ത് സംഭവിച്ചു? ഒന്ന് വേഗം വരും. ശ്രീദേവിക്ക് എന്ത് പറ്റി കൃഷ്ണൻകുട്ടി? ഒരു വീടിന്റെ മുന്നിൽ തളർന്നു വീഴുന്ന കണ്ടു. ആസ്പത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞു. പോയൊരു ഡോക്ടർ വിളിച്ചോണ്ട് വരും. ശ്രീദേവി, നിനക്ക് എന്ത് പറ്റി? ട്യൂഷൻ പഠിപ്പിക്കാൻ പോയപ്പോ മാധവിയുടെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. രക്ഷപ്പെടാൻ ഞാൻ മുകളിൽ നിന്ന് ചാടി. മാധവിയുടെ ഭർത്താവോ? അതെ, മണിമംഗലം ബംഗ്ലാവിലെ. മണിമംഗലം ബംഗ്ലാവ്? മോളെ, അമ്മേ, അമ്മേ, വെള്ളം, വെള്ളം, വെള്ളം. ഞാൻ ചെയ്യുന്നല്ല തെറ്റാണെന്ന് സമർത്ഥിക്കുന്നു. യു ബ്ലഡി പ്രോസ്റ്റിറ്റ്യൂട്ട്. അട്ടയെ പിടിച്ച് ഞാൻ മെത്തയിൽ കിടത്തി. അവൾ എന്റെ കൂടെ നിൽക്കുന്നതിന് പകരം എനിക്കെതിരെ സാക്ഷി പറയുന്നു. അതിന് നീ ജീവിച്ചിരിക്കില്ലേ? എങ്കിൽ നിങ്ങളെ ആദ്യം കൂട്ടി കേട്ടിട്ട് തന്നെ ബാക്കി കാര്യം. മണിമംഗലം ഗോപാലൻ ആരാണെന്നാണ് ചോദിച്ചത്. ആർക്കാണ് അറിയേണ്ടത്? നീയാണല്ലേ? അതേടാ, ഞാൻ തന്നെ. എന്ത് വേണം? ട്യൂഷൻ പഠിപ്പിക്കാനെന്നും പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടികളെ വീട്ടിൽ വരുത്തി
അവരെ നശിപ്പിക്കലാണ് നിന്റെ ജോലി അല്ലടാ. എന്റെ കൊച്ചനുജത്തിയെ വലിച്ചെറിഞ്ഞ് നീ കൊന്നില്ലടാ ദ്രോഹി. മണിമംഗലം ഗോപാലൻ ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഹലോ, ഇൻസ്പെക്ടർ സാറാണോ? ഇത് മണിമംഗലത്തുനിന്ന് മാധവിയാണ്. ഇവിടെ ഒരു മനുഷ്യൻ എല്ലാരെയും കൊല്ലാൻ ശ്രമിക്കുന്നു. എന്റെ കുഞ്ഞു മകള് നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ അവളെ കൊന്നത്? ദുഷ്ട! ബാബുമോന്, മോന്, ഈ നിൽക്കുന്ന ദുഷ്ടൻ നിന്റെ ചിറ്റപ്പനാണ്. ഇവനാണ് നിന്റെ കുടുംബം തകർത്തത്. ആരോടും വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ കുത്തി സാർ. അവനെ മുറിയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇവനവനോട് വന്നവനാ. മണിക്ക് ഇവന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. കുറുപ്പേ, ഇവരെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. അവനെവിടെ? അകത്തുണ്ട് സാർ. മന്ദാരം പിടിച്ചൊരു കാർ ഒന്ന് ഓടുകാറേ. ആ നിർത്തി 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 നിർത്തുകേ. എടോ, ആട്ടെ ഏമാ നിൽക്കുന്നു. താരം ഓടി വാ. ഓ, നിങ്ങളെ എവിടെ പോയിരുന്നു? ചക്ക വീട് സാർ. അല്ല, ആന വീട് സാർ. ആനക്കുഴി വീട് സാർ. എന്താണ് പറയുന്നത്?
ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ചാക്ക ആനക്കുഴി ഉരുണ്ട് വീണ് സാർ. പൊക്കിയെടുക്കാൻ ഒരു താപ്പാനെ പോലും കിട്ടിയില്ല. ശരി ശരി, നിങ്ങൾ അതുവഴി പോ. പോരോ അങ്ങോട്ട്. അയ്യോ, ഇത് കണ്ടോടി. ഇത് വണ്ടി ഓടിച്ചാലല്ലേ? നമുക്ക് സുശീല വിളിക്കാം. വല്ലാതെ മുറിഞ്ഞിരിക്കുന്നല്ലോ. അയ്യോ, അച്ഛനിവിടെ ഇല്ലല്ലോ. ശൈലേ, നീ പോയി വൈദ്യരെ വിളിച്ചോണ്ട് വാ. ബാബുട്ടാ, ബാബുട്ടാ. ചിലപ്പോഴേ അവൻ ഇതിനകത്തുണ്ടെങ്കിലോ. പെണ്ണുങ്ങളുടെ മടപ്പരയിൽ ആളുകൾ കയറിയിരിക്കുള്ളൂ. അതൊരു ശരിയാ. അയ്യോ, 2 പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. പോലീസ് അവരെന്നെ തിരക്ക് വരികയാണ്. എന്റെ ദൈവമേ, അകത്തേക്ക് വരൂ, വരൂ. ഈ പരിസരത്ത് ഈ വീട് മാത്രമല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. നമുക്ക് കയറി ഒന്ന് പരിശോധിച്ചാലോ? എന്താണ് സാർ? എന്ത് വേണം സാർ? വെടിയുണ്ട. ഞങ്ങളുടെ ഏമാന്റെ വെടിയുണ്ടയായിട്ട് ഒരുത്തൻ ഇങ്ങോട്ട് വന്നു. ഇല്ലല്ലോ. വന്നാലും വന്നില്ലെങ്കിലും ഉണ്ട സഹിതം അവനെ ഞങ്ങൾ പൊക്കും. സാർ, അത് അടുക്കളയാ. ഞാൻ വിചാരിച്ചു ബാത്റൂം ആയിരിക്കുന്നു. തന്നെ ഞാൻ പുറത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അകത്ത് ഞാൻ പരിശോധിച്ചോളാം. എന്തോന്നാണ് ഈ പെട്ടിക്കകത്തുള്ളത്? അതിനകത്ത് അരിയും പരിപ്പും ഒക്കെ ഉണ്ട്. മേടിച്ചു വെക്കും. ഈ വേലക്കാരനെല്ലാം മേടിച്ചു വെക്കും. തന്റെ ഒടുക്കത്തെ ഒരു തുമ്മല്. ഇങ്ങനെ തുമ്മിനെ തന്റെ തലതെറിച്ചു പോടൂ. നീ പേടിച്ചു പോയായിരിക്കും. അതിനകത്ത് പാമ്പുണ്ട്. ഈ സർപ്പയക്കം തുടങ്ങിയ പിന്നെ പാമ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എടിയല്ലേ അവിടുന്ന് പാമ്പാണെന്ന്. അയ്യോ ചോര! അയ്യോ ചോര! എന്റെ മൂക്കിൽ കൂടെ ചോര! അയ്യോ 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 ചോര! ചോര! അയ്യോ എന്റെ ചോരക്കകത്തൂടെ കുറേച്ചെ തലച്ചോറും വരുന്നുണ്ടല്ലോ. എന്നെ ആശുപത്രി കൊണ്ടുപോടാ. എന്നെ എങ്ങോട്ടേക്കെങ്കിലും കൊണ്ടുപോടാ. അയ്യോ